ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ അരവിന്ദ് ഇവിടെ വന്ന് എല്ലാവരോടും കള്ളം പറയുമോ? ഏയ്, അതിനൊരു സാധ്യതയും കാണുന്നില്ല. അയാള് ചതിച്ചതാ. ജോലി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം ഞാൻ ആ ഫയല് തടഞ്ഞു വെച്ചതിന്റെ വാശി തീർത്തു. കാണിച്ചു കൊടുക്കാം. ഹലോ മാഡം. ഞാൻ രാവിലെ പറഞ്ഞതിലേ ഒരു ചെറിയ തിരുത്തുണ്ട്. അത് പറയാനാ ഇപ്പൊ വിളിച്ചത്. എന്താ മാഡം? ആ പ്രോജക്റ്റ് നടക്കില്ല സർ. അതങ്ങോട്ട് മറന്നേക്ക്. എന്ത് പറ്റി മാഡം? ആ പ്രൊജക്ട് നടപ്പിലാക്കാൻ എല്ലാ പിന്തുണയും തരാമെന്ന് മാഡം പറഞ്ഞതല്ലേ? പെട്ടെന്ന് എന്താ ഒരു മാറ്റം? ഈ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റും കൺസ്ട്രക്ഷൻ കമ്പനികളും തമ്മിൽ ചില ഇടപാടുകളുണ്ട്. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. ഞാൻ അങ്ങോട്ടൊരു ഉപകാരം ചെയ്യുമ്പോ തിരിച്ചും ചിലതൊക്കെ പ്രതീക്ഷിക്കുമല്ലോ. ഞാനത് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ സാറിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ പിന്നെ ഞാനും എന്റെ വഴിക്ക് പോവാം. അങ്ങനെയാണല്ലോ വേണ്ടത്. മാഡം പറഞ്ഞതൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്താ മാഡം ഉണ്ടായത്? ആ അരവിന്ദന് ജോലി കൊടുക്കരുതെന്ന് ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ? അതിന്റെ ഒരു ഫാമിലി ഇഷ്യൂ ആയതുകൊണ്ടാണ് റിക്വസ്റ്റ് ചെയ്തത്. എന്റെ ആവശ്യത്തിന് ഒരല്പെങ്കിലും വില കൽപ്പിച്ചോ സാറ്? എന്തായാലും സാറിന്റെ താല്പര്യം പോലെ അയാൾക്ക് ജോലി കൊടുത്തു. ആയിക്കോട്ടെ, ഇനി എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഞാനും ചെയ്തോളാം. മാഡം എന്താ ഈ പറയുന്നത്? ഈ ജോലി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അയാളെ മടക്കി അയച്ചതാണ്. ജോലി കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ അയാളെ കുറിച്ച് നെർവസ് ആയിട്ട് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാൻ പോയില്ല. മാഡത്തിന്റെ ഹസ്ബൻഡ് അല്ലെന്ന് കരുതി ഞാൻ റിയാക്റ്റും ചെയ്തില്ല. സത്യമായി ഞാൻ ജോലി കൊടുത്തിട്ടില്ല മാഡം. അരവിന്ദന് ജോലി കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ? MM കൺസ്ട്രക്ഷന്റെ MD ആണ് ഈ പറയുന്നത്. അതിൽ മാറ്റമില്ല. അല്ല മാഡം, ജോലി കൊടുത്തു എന്ന് മാഡത്തോട് ആരാ പറഞ്ഞത്? സോറി സർ, എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായതാ. ഞാൻ സാറിനെ വിളിച്ചോളാം. ഐ എം റിയലി സോറി. ജോലി കിട്ടിയെന്ന് അരവിന്ദ് എന്തിനാ വന്ന് കള്ളം പറഞ്ഞത്? ഓണം കഴിഞ്ഞ ജോലിക്ക് പോയി തുടങ്ങണമെന്നും പറഞ്ഞു. എന്ത് വേണം? ഇപ്പൊ തന്നെ അരവിന്ദിനോട് ചെന്ന് ചോദിച്ചാലോ? വേണ്ട, തൽക്കാലം സൈലന്റായി ഇരിക്കുന്നതാ ബുദ്ധി. അരവിന്ദന്റെ നീക്കം എന്താണെന്ന് അറിയണം. തൽക്കാലം ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. നോക്കാം എവിടം വരെ പോകുന്നു. കാണുമ്പോഴല്ല ശ്രേയ മേഡം എന്റെ ജോലിയെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നോ? സാലറി എന്തെങ്കിലും പറഞ്ഞോ? എന്നാണ് ജോയിൻ ചെയ്യേണ്ടത്? ഓ, സത്യം പറയാനുള്ള ശാന്തമാമ, ഓരോ ചോദ്യം എന്റെ ഹൃദയത്തിനുള്ളിലേക്കാണ് കയറിക്കൊള്ളുന്നത്. ഇനി ശ്രേയ മേഡത്തിന് എന്തെങ്കിലും സംശയം തോന്നിയിട്ടായിരിക്കോ ആവർത്തിച്ച് അതിനെപ്പറ്റി തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നേ? ഏയ്, ഒരിക്കലുമില്ല. സംശയമൊന്നും കാണില്ല അല്ലേ? നീ കാണൂ. മാമനാണെന്ന് ഞാൻ നോക്കില്ല. മരുമോനെ, നീ രഹസ്യമായിട്ട് ഇരുട്ടുവാക്കിന് വിളിച്ചോണ്ടപ്പോഴേ ഞാൻ കരുതിയത് കുപ്പിയെടുത്ത് വെച്ചിട്ട് വിളിക്കാണെന്നാ. നീ ഉപദ്രവിക്കാൻ വിളിച്ചോണ്ടെന്നാണോടാ നീ? എനിക്ക് പേടിയാവാണ്. ശ്രേയ മേഡത്തിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോഴേ കാലിന്റെ അടിയിൽ നിന്ന് ഒരു തരിപ്പിങ്ങനെ കേറുക. ആ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാ ഒരു മരവിപ്പ. അമ്മ അതിലൊരു പേടി. ഭാര്യമാരുടെ മുന്നിലേ നട്ടാക്കുരുക്കാത്ത നുണ പറഞ്ഞിട്ട് ചെന്നിരിക്കുന്ന എല്ലാ ഭർത്താക്കന്മാർക്കുള്ള ഒരു ഫീലാ ഇത്. തുടക്കമായോണ്ടാ. സാരമില്ല, കുറച്ചു നാൾ കഴിയുമ്പോ ഇതൊരു ശീലം ആയിക്കൊള്ളും. എനിക്ക് ശ്രേയ മേഡത്തിനോട് അങ്ങനെ കള്ളമൊന്നും പറയാൻ പറ്റില്ല. സത്യസന്ധമായ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാ നീ ജീവിക്കാനേ ഉദ്ദേശിക്കുന്നില്ല. മരുവനെ, ദിവസം ഒരു 10 കള്ളമെങ്കിലും പറയാതെ ഒരു കുടുംബജീവിതവും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മര്യാദയ്ക്ക് മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് ചരിത്രം. കള്ളം പറയണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പൊ ജോലി കിട്ടിയിട്ടില്ല എന്നങ്ങ് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ അവസാനിച്ചേനെ. ഇതിപ്പോ ഓരോ നിമിഷവും പേടിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നേ. ജോലി കിട്ടിയില്ല എന്ന് നീ ശ്രേയമോളോട് നേരെ ചെന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഒരുപാട് നീറേണ്ടിയൊന്നും വരില്ലായിരുന്നു. സർവ്വ വിലയും നിലയും പോയി വാല് മുറിഞ്ഞ് നിൽക്കേണ്ടി വന്നേനെ. നോക്കി,
ഇതിപ്പോ ഓണം കഴിയും വരെ നീ സേഫായില്ലേ? ഒരു പിടിവള്ളിയായില്ലേടാ? ഉദ്യോഗസ്ഥൻ എന്ന ജാട കാണിച്ച് ഈ ഓണം അങ്ങോട്ട് ആഘോഷിച്ച് അടിച്ച് പൊളിക്കടാ. ഓണം കഴിഞ്ഞിട്ട് ജോലിക്ക് പകരം ഞാൻ എന്ത് തേങ്ങ എടുത്തിട്ട് കൊടുക്കും?